മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നൊരു കാര്യമാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ഒരു വാക്കിതാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഇപ്പോൾ ആ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം അവിടെ കാണുവാൻ കഴിയും. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ അദ്ദേഹം ഒരു പാപിയാണ്. മറിച്ച് അദ്ദേഹത്തിന് ദേവാലയത്തിൽ കടക്കുവാൻ പോലും അധികാരമോ അവകാശമോ ഇല്ല. അവരൊക്കെ പാളയത്തിന് പുറത്താണ്. ന്യായപ്രമാണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, സമൂഹത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. തന്നെ നോക്കുന്നവരും വെറുപ്പോടെ, അറുപ്പോടെ, അതുപോലെ തന്നെ താൻ നടക്കുന്ന വഴി പോലും തന്നെ ഓടിക്കുന്നൊരവസ്ഥ. എല്ലാവരാലും തള്ളപ്പെട്ടവൻ. തൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും അദ്ദേഹം തള്ളപ്പെട്ടു. തള്ളപ്പെട്ടത് മറ്റൊന്നുമല്ല, തൻ്റെ ഈ അസുഖം മൂലമാണ്. തൻ്റെ ഈ ജീവിതത്തിൻ്റെതായ ഈ വ്രണപ്പെട്ട സാഹചര്യം മൂലമാണ് എല്ലാവരാലും ഒറ്റപ്പെടുകയും എല്ലാവരാലും തള്ളപ്പെടുകയും ആശ്വസിപ്പാൻ പോലും ഒരു മനുഷ്യർ പോലും ഇല്ല. തന്നോട് കൂടി ഇരിപ്പാനോ അല്ലെങ്കിൽ തനിക്കൊന്ന് താൻ കഴിച്ച ഭക്ഷണം പോലും അല്ലെങ്കിൽ ആ പ്ലേറ്റ് പോലും എടുക്കാൻ മടിക്കുന്നതായ അല്ലെങ്കിൽ എടുക്കാൻ പോലും മനസ്സ് കാണിക്കാത്തതായ മനുഷ്യർ. അപ്പോൾ ആർക്കും ഒരു മനസ്സുപോലുമില്ല ഇദ്ദേഹത്തെ ഒന്ന് സംസാരിപ്പാനോ ഇദ്ദേഹത്തോട് കൂടെ ഒന്ന് ഇരിപ്പാനോ അല്ലെങ്കിൽ ആശ്വസിപ്പാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കർത്താവിനോട് ആ വാക്ക് പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഉറപ്പോടെ, ആ വിശ്വാസത്തോടെ അദ്ദേഹം ആ വാക്ക് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞത് അദ്ദേഹം അപ്രത്യക്ഷമായ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അദ്ദേഹം ചോദിച്ചതിന് വിപരീതമായി കർത്താവ് ആദ്യം അദ്ദേഹത്തെ തൊട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ എല്ലാ അഴുക്കുകളും അവിടെ മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറഞ്ഞു, ഒരു ആശ്വാസം നിറഞ്ഞു. ഇതെല്ലാം ആ ഒരു കൈ തൊട്ടപ്പോൾ തന്നെ അവിടെ സംഭവിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി പ്രശ്നം അവിടെ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തൻ്റെ ഈ പറഞ്ഞ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഇങ്ങനെ ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും പലപ്പോഴും നാമെല്ലാം പലരുടെയും പരിഹാസങ്ങളും വേദനകളും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പോലും ഒരുപാട് മറ്റാരോടും പറയാൻ പറ്റാത്തതായ വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വിശ്വസിച്ച, കർത്താവിനെ അറിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതത്തിൽ കർത്താവിനെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തെ സന്തോഷത്തിലും സമാധാനത്തിൽ നയിപ്പാൻ കർത്താവിന് കഴിയും. കർത്താവ് പറയുന്നൊരു വാക്കിതാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. ലോകത്തിന് ഈ സമാധാനം തരുവാൻ കഴിയത്തില്ല. ആ കർത്താവിനെ പൂർണ്ണമായി നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവിന് കഴിയും. സമാധാനമില്ലാത്ത നിന്റെ ജീവിതത്തെ, രോഗിയെ കിടക്കുന്ന നിന്റെ ജീവിത സാഹചര്യത്തെ, മറ്റെന്തുമായിക്കോട്ടെ, കർത്താവിനെ വിശ്വസിക്കുക. എന്നാൽ നീ വിടുതലും നിന്റെ ജീവിതത്തിൽ സമാധാനവും നിന്റെ ജീവിതത്തിൽ സന്തോഷവും നിന്റെ ജീവിതത്തെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ.